നമസ്കാരം, ഞാൻ ഡോക്ടർ ജോൺ തോമസ്, ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. നമുക്കിന്ന് അണ്ഡാശയ ക്യാൻസർ സർജറി അഥവാ ഒവേറിയൻ ക്യാൻസർ സർജറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സർജറിയാണ് സാധാരണഗതിയിൽ ഒവേറിയൻ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ചില രോഗികളിൽ ചിലപ്പോൾ കീമോതെറാപ്പിക്ക് ശേഷം സർജറി ചെയ്യേണ്ടി വന്നേക്കാം. എന്താണ് നമ്മൾ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങോട്ടെല്ലാം ട്യൂമർ അഥവാ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നറിയുക. രണ്ട്, ആ ക്യാൻസർ മുഴുവനായി നീക്കം ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒവേറിയൻ ക്യാൻസർ സർജറി ചെയ്യുന്നത്? സാധാരണഗതിയിൽ വയറ് തുറന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ഒവേറിയൻ ക്യാൻസർ സംശയം ഉള്ള രോഗികൾ. രണ്ട്, ഒവേറിയൻ ക്യാൻസർ ഓൾറെഡി പ്രൂവൺ ആയ രോഗികൾ, അതായത് ബയോപ്സി എടുത്ത് ഓൾറെഡി നമുക്ക് ഒവേറിയൻ ക്യാൻസർ ആണെന്ന് അറിയാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി സംശയമുള്ള രോഗികൾ. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ വയറ് തുറന്ന് ക്യാൻസർ ഉള്ള ഓവറി നീക്കം ചെയ്ത് ഫ്രോസൺ സെക്ഷൻ എന്ന പത്തോളജി ടെസ്റ്റ് ചെയ്യുകയും അതിൽ ക്യാൻസർ ആണെന്ന് തെളിയുന്ന പക്ഷം നമ്മൾ ഓപ്പോസിറ്റ് ഓവറി, അതായത് നോർമലായിട്ടുള്ള ഓവറി, യൂട്രസ്, അതുപോലെ തന്നെ വയറ്റിൻ്റെ അകത്തുള്ള കഴലകൾ, ലിംഫ് നോഡ്സ്, വയറ്റിലെ പാടകൾ, ഒമൻറ്റം, പെരിട്ടോണിയം എന്നിവ നീക്കം ചെയ്ത് സർജറി അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് ഒവേറിയൻ ക്യാൻസർ ഓൾറെഡി ഡിറ്റക്റ്റ് ചെയ്തതാണെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ സർജറികൾ കൂടാതെ ഒവേറിയൻ ക്യാൻസർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എങ്കിൽ ആ അവയവങ്ങളും, അതായത് ഇപ്പോൾ കുടലിൽ ഒവേറിയൻ ക്യാൻസർ ഉണ്ടെങ്കിൽ അതും കൂടെ നീക്കം ചെയ്യേണ്ടി വരും. ഫ്യൂച്ചർ പ്രഗ്നൻസി ആവശ്യമുള്ള രോഗികളിൽ നമുക്ക് യൂട്രസും നോർമലായിട്ടുള്ള അണ്ഡാശയവും നീക്കം ചെയ്യാതെ ബാക്കി സർജറി ചെയ്യുകയും പ്രഗ്നൻസിക്ക് ശേഷം ഇത് നീക്കം ചെയ്യാനും സാധിക്കാം.